ഞാൻ ചോദിക്കട്ടെ പ്രിയപ്പെട്ടവരെ, ഞാൻ എല്ലാ ദിവസവും ചോദിക്കാറുള്ളത് പോലെ എല്ലാവരും മരിക്കൂലെ? മരിക്കൂല എന്ന് ചിന്തിക്കുന്ന ഏതെങ്കിലും ഒരാളുണ്ടോ എന്ന് ഞാൻ ചോദിക്കുമ്പോ ഒരാൾ പോലും എന്റെ പ്രിയപ്പെട്ടവർ അങ്ങനെ ചിന്തിക്കലില്ല. കാരണം എന്തേ? നമ്മുടെ പള്ളികളെ മീസാനില് നമുക്ക് സാക്ഷിയാണ്. ഹബീബാകുന്ന നബിതങ്ങള് ഈ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞു പോയി. ഉമർ തങ്ങള് ഈ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞു പോയി. ഉസ്മാൻ തങ്ങള് ഈ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞു പോയി. ഫാത്തിമ ബീവി ഈ ലോകത്തിൽ നിന്ന് എന്റെ പ്രിയപ്പെട്ടവരെ വിട പറഞ്ഞു പോയി. ഏത് സമയത്തും ഏത് സെക്കൻഡിലും എന്റെ പ്രിയപ്പെട്ടവരെ ഞാൻ നിങ്ങൾ വിട പറഞ്ഞു പോകും. ഇപ്പൊ ഞാന് ഇങ്ങോട്ട് വരുന്നതിന്റെ തൊട്ടു മുമ്പ് റൂമിൽ ഇങ്ങനെ ഇരിക്കുമ്പോ ഞങ്ങളുടെ നാട്ടില് കേരളത്തില് വയനാട് ജില്ലയില് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഏകദേശം 1 മാസം മുമ്പ് ഉരുൾപൊട്ടി. ചൂരൽമലയില് ഉരുൾപൊട്ടി. ആ ചൂരൽമലയിൽ എന്റെ പ്രിയപ്പെട്ടവർ ഒരു ദിവസം രാത്രി കിടന്നുറങ്ങിയവരാ. പടച്ചവനെ, രാവിലെ എണ്ണീച്ചപ്പോ പലരും എന്റെ പ്രിയപ്പെട്ടവരെ മരണപ്പെട്ടു. അല്ലാഹുവേ, അവർക്ക് നീ പുറത്തു കൊടുക്കണേ റഹ്മാനെ, നീ പുറത്തു കൊടുക്കണേ റഹ്മാനെ. ഞാൻ കഴിഞ്ഞ ദിവസം ഇവിടെ വരുന്നതിന്റെ ഒരാഴ്ച മുമ്പ് ആ ചൂരൽമലയിൽ പോയപ്പോ റഹ്മാനെ കണ്ട സങ്കടം വന്നു പോകും. പ്രിയപ്പെട്ടവരെ, ഒരു നല്ലൊരു മനോഹരമാകുന്ന പ്രദേശവും മുഴുവനും പാറക്കല്ലുകൾ കൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ നിറഞ്ഞിരിക്കുക. റഹ്മാനെ, ഞങ്ങളെ നീ കാത്തിരിക്കണേ റഹ്മാനെ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, എത്രയോ മാതാപിതാക്കൾ അവരുടെ ഒഴുകിപ്പോകുന്ന മക്കളെ കയ്യിൽ പിടിച്ചു നോക്കി, കിട്ടിയില്ല. എന്റെ പ്രിയപ്പെട്ടവരെ തല വേർപ്പെട്ടു പോയി, കാല് വേർപ്പെട്ടു പോയി, കൈ വേർപ്പെട്ടു പോയി. ചാലിയാറിന്റെ പുഴയിലും നിലമ്പൂരുമൊക്കെ പല പുഴകളിലും എന്റെ പ്രിയപ്പെട്ടവർ ഓരോ ചെറിയ മക്കളുടെ തലകൾ പോലും ഗർഭപാത്രം പോലും ഒലിച്ചുപോയി. എന്റെ പ്രിയപ്പെട്ടവരെ പത്രമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോ അത്രയുള്ളൂ മരണം എന്ന് പറയണേ, അത്രയുള്ളൂ മരണം എന്ന് പറയണേ. ഈ വയനാട് ഈ ചൂരൽമലയിൽ ഉരുൾപൊട്ടിയപ്പോ അവിടെ എന്റെ പ്രിയപ്പെട്ടവർ ഒരു ഹൈന്ദവ സഹോദരനുണ്ട്, ശ്രുതി എന്ന പേര്. ആ സഹോദരിയുടെ മാതാപിതാക്കൾ സർവരും എന്റെ പ്രിയപ്പെട്ടവരെ കുടുംബമടക്കം അല്ലാഹുവേ ഈ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞു പോയി. എന്നിട്ട് ആ പെൺകുട്ടിയെ ജെൻസൺ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ വിവാഹം ചെയ്തു. ഏകദേശം ഒരു 2-3 ആഴ്ചയായിട്ടുള്ള കല്യാണം കഴിഞ്ഞിട്ട് അച്ഛനും അമ്മയും ഈ ദുനിയാവിന്റെ തൊലിപ്പുറത്ത് നിന്ന് വിട പറഞ്ഞു, ഉരുൾപൊട്ടൽ വിട പറഞ്ഞു പോയി. ആ പെൺകുട്ടിയെ ഏറ്റെടുത്ത ജെൻസൺ എന്ന് പറയുന്ന സഹോദരൻ അൽഹംദുലില്ലാഹ് ആ പെൺകുട്ടിക്ക് ഒരു വിവാഹം കൊടുത്തു, ഒരു ജീവിതം കൊടുത്തു. ഇന്നത്തെ വാർത്ത നോക്കുമ്പോ ആ ജെൻസൺ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ വാഹനാപകടത്തിൽ മരണപ്പെട്ടിരിക്കുക. നോക്കി നിങ്ങൾ, അള്ളാഹു കൊടുത്ത കള്ളങ്ങൾ നോക്കിയേ. അച്ഛനും അമ്മയും സർവരും വിട പറഞ്ഞു പോയി. അതിനോടൊപ്പം ആ പെൺകുട്ടിയെ സ്വീകരിച്ച ഭർത്താവ് 2 ആഴ്ചക്കുള്ളിൽ വിട പറഞ്ഞു. അത്രയുള്ള മരണം. നമുക്ക് ചിന്തിക്കാൻ ഒരുപാടൊന്നും എന്റെ പ്രിയപ്പെട്ടവരെ പോകണ്ട. അള്ളാഹു കുടുംബത്തിന് അള്ളാഹു സമാധാനം നൽകി ഗ്രഹിക്കുമാറാവട്ടെ. അതാ ഞാൻ ഇന്നലെ പറഞ്ഞേ, നമ്മുടെ വീട്ടിൽ നിന്ന് ചെറിയ മക്കളൊക്കെ മരണപ്പെടും അല്ലെ? നിങ്ങള് ആ വയനാട് ഉരുൾപൊട്ടിയ സമയത്ത് എന്റെ ഒരു കൂട്ടുകാരൻ അവിടെ ഭക്ഷണം കൊടുക്കാന്നൊക്കെ പറഞ്ഞു. ഉസ്താദെ, കരഞ്ഞു പോയി ഉസ്താദെ, സങ്കടപ്പെട്ടു പോയി ഉസ്താദെ. എന്ത് പറ്റിയതാ ഉസ്താദെ? ഞങ്ങള് കാസർഗോഡ് നിന്ന് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി പോയതാ ഉസ്താദെ വയനാട്ടിലേക്ക്. ആ വയനാട്ടിലേക്ക് ചെല്ലുമ്പോ ഞങ്ങൾ ആദ്യം കാണുന്നത് ഞങ്ങൾ കബറടക്കുന്ന രംഗം ഉസ്താദെ. കബറടക്കുന്ന രംഗം ഉസ്താദെ. നീ എന്താ കണ്ടത്? ഒരു ചെറിയ കുട്ടിയുടെ തല മാത്രം കൊണ്ടുവന്ന് കബറടക്കും ഉസ്താദെ. ഒരു ചെറിയ കുട്ടിയുടെ തല മാത്രം കൊണ്ടുവന്ന് കബറടക്കും ഉസ്താദെ. ഏതോ ഒരു സഹോദരന്റെ കാല് മാത്രം കൊണ്ടുവന്ന് കബറടക്കും ഉസ്താദെ. ഏതോ ഒരു സഹോദരിക്ക് 2 കാലില്ല, 2 കയ്യുമില്ല, തലയും മുടനും മാത്രം ഉസ്താദെ. ഇതിങ്ങനെ കൊണ്ട് കബറടക്കുന്ന കണ്ടപ്പോ താങ്ങാൻ കഴിഞ്ഞില്ലെന്നൊരു സാധുവായ സഹോദരൻ പറയുമ്പോ അല്ലെ, ഞാന് എന്റെ പ്രിയപ്പെട്ടവരോട് പറയാ, നമ്മൾ രാത്രി കിടന്നുറങ്ങുമ്പോ ഒരു സുനാമി അടിച്ചാൽ തീരാന്നുള്ളൂ എന്റെ പ്രിയപ്പെട്ടവർ ഞാനും നിങ്ങളും. അല്ലെ, ഞങ്ങള് പാതിരാത്രിയിൽ വയല് കഴിഞ്ഞ് വണ്ടി എടുത്തുകൊണ്ട് പോകുമ്പോ ഒരു അപകടം നടന്ന എന്റെ പ്രിയപ്പെട്ടവർ അന്നത്തോടുകൂടി ആശങ്കതാരം തീർന്നു, മരിച്ചു. അത്രയുള്ളൂ എന്റെ പ്രിയപ്പെട്ടവരെ ജീവിതം എന്ന് പറയണത്. അതാ പറയണത്, നാളെ ആകട്ടെ ഉസ്താദെ, നാളെ ഉണ്ടാകാം ഉസ്താദെ, നാളെ ആടിന് കൊടുക്കാം ഉസ്താദെ, നാളെ ഒരു 10 മുട്ട കൊടുക്കാം ഉസ്താദെ, നാളെ ലേലം വിളിക്കാം ഉസ്താദെ എന്ന് പറഞ്ഞ് ഓരോ ദിവസവും മാറ്റുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ അസറായിൽ കടന്നു വന്നെങ്കിൽ നിങ്ങളെ പിടിക്കും. അല്ലാഹുവേ, ഞങ്ങൾക്ക് നീ നല്ല മരണം നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ.